ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാരോ ട്യൂണേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പാർട്ട്ണർ മൂലം അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തി മൂലം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കാർഡുകൾ നോക്കാം. നമ്മുടെ ഫസ്റ്റ് കാർഡ് 3 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് വേദനയും നിരാശയും ഒക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒരാളാണ്. എന്തിനോടും വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ബന്ധത്തിൽ നിങ്ങളുടെ റോൾ എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ജീവിതത്തിൽ വരുന്ന ഓരോ പാഠങ്ങൾ പഠിക്കുവാനും അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ച് ജീവിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങളുടെ തന്നെ ഒരു ബെറ്റർ വേർഷനായി മാറാനും ഈ അനുഭവങ്ങളെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഫെയറായി തന്നെ നിൽക്കാൻ പഠിച്ചു എന്ന് മാത്രമല്ല, ജീവിതം നിങ്ങളെ പഠിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ചോയ്സിലും കുറച്ചും കൂടി കെയർഫുൾ ആകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നർത്ഥം. അവരിപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും കുറിച്ചൊക്കെ കൂടുതൽ ചിന്താശേഷിയുള്ളവരായി മാറിയിട്ടുണ്ട്. പണ്ട് അവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയതുമില്ല. അവർ മനസ്സിലാക്കിയത് കൊണ്ടല്ല, പണ്ട് അവർ നിങ്ങളോട് പെരുമാറിയിരുന്നത് ആ ഒരു അവസ്ഥ വെച്ചിട്ടാണ് നിങ്ങളുടെ ഒരു റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാതിരുന്നത്. അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. പഴയതിനെല്ലാം കളഞ്ഞ് പുതിയ ചില നല്ല കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കാര്യങ്ങളെല്ലാം വേഗത്തിലാകുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. നിങ്ങളുടെ ഗ്രേസും അതുപോലെ തന്നെ എനർജിയും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് സിറ്റുവേഷനെ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മളെടുത്ത അവസാനത്തെ കാർഡാണിത്. ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ നേടിയെടുത്ത പുരോഗതിയിൽ നിങ്ങൾക്ക് സംതൃപ്തരാകാൻ കഴിയും. നിങ്ങളിപ്പോൾ ശരിക്കും പോസിറ്റിവിറ്റി കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ശരിക്കും ഇപ്പോൾ പോസിറ്റിവിറ്റി ഉള്ളൊരു സ്റ്റേജിലാണ്. നിരവധി അവസരങ്ങളും അതുപോലെ നല്ല വിജയങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു എവരിവൺ.